ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഭവന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകി ആശാൻ മന്നൂർ. ബജറ്റ് അണ്ടർ വാല്യുവേഷൻ അദാലത്ത് 24-ന്. സ്വർണ്ണമാല ഉടമയ്ക്ക് തിരിച്ചു നൽകി വ്യാപാരി. ശുദ്ധജല പൈപ്പ് പൊട്ടി റോഡ് തകർന്നത് പെരുമ്പാടി പടിയിൽ. 6 മാസം മുൻപ് നിർമ്മിച്ച കലങ്ക് ഇടിച്ച് തകർത്തു. പ്രളയക്കാട് മഹാക്ഷേത്രങ്ങളിലെ ഉത്സവം 22 മുതൽ 29 വരെ. പഞ്ചായത്ത് ഓഫീസിൽ സൗര ഊർജ പ്ലാന്റ്. ലോക്കൽ ന്യൂസ് ആണ് ഇപ്പോൾ വായിച്ചത്. ചിരിച്ചു വരവ്, കണ്ണീർ മടക്കം. ഓരോ സന്തോഷ ദിനവും ചിരികൾ നഷ്ടപ്പെട്ടവരുടേത് കൂടിയാണ്. വെയിലും മഴയുമേറ്റ് ആഴ്ചകളായി സെക്രട്ടേറിയറ്റിൽ നടയിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് ചിരി ഇനിയും അകലെ തന്നെ. സുനിതയ്ക്കും വിൽമോറിനും 45 ദിവസം കരുതൽവാസം. ഭൂമിയിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള പരിശീലനം. ഇക്കാലയളവിൽ 4.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 യുവതികൾ പിടിയിൽ. പോളിടെക്നിക് കോളേജിൽ കഞ്ചാവ് എത്തിച്ച ബംഗാൾ സ്വദേശികൾ അറസ്റ്റിൽ. പ്രീ പ്രൈമറി ഓണറേറിയം വർധന തടയാൻ സർക്കാർ അപ്പീൽ. ബിസിനസ് പങ്കാളികളെ തിരഞ്ഞ് പോലീസ്. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് നൽകിയെന്ന കിലോഗ്രാമിന് 18,000 രൂപ നിരക്കിൽ. കഞ്ചാവ് വിതരണത്തിന് അതിഥി തൊഴിലാളികൾക്ക് ദിവസ വേതനം. 6 മാസം കൊച്ചിയിൽ പിടിച്ചത് 85 കിലോ ഹൈബ്രിഡ് കഞ്ചാവ്. നോബൽ സമ്മാന സമർപ്പണത്തിൽ പങ്കെടുക്കാൻ കുസാറ്റ് വിദ്യാർത്ഥിനി. മസ്തിഷ്ക ജ്വരം ചികിത്സയിൽ 4 വിദ്യാർത്ഥികൾ. ലഹരിവേട്ട 208 പേർ കൂടി അറസ്റ്റിൽ. തിരുവനന്തപുരം. സ്കോളിയാസിസ് നിർണയ ക്യാമ്പ് നടത്തും. ഹോസ്റ്റലുകളിൽ കഞ്ചാവ് വിൽപ്പന. അതിഥി തൊഴിലാളി പിടിയിൽ. 6.7 കിലോഗ്രാം കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പിടിയിൽ. ആനന്ദ്കുമാറിനെ ആശുപത്രി സെല്ലിലേക്ക് മാറ്റി. ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ജാമ്യം അനുവദിക്കുന്നത് നിർത്തി ഹൈക്കോടതി. പരമാർശം പാതിവില തട്ടിപ്പ് കേസിൽ ആനന്ദ്കുമാറിന്റെ ജാമ്യം ഹർജി പരിഗണിക്കവേ. കണ്ണമാലി പള്ളിയിൽ നേർച്ച സദ്യയ്ക്ക് 10,000 എത്തി. സ്വകാര്യ സ്ഥാപനങ്ങളിൽ 100 ഒഴിവുകൾ. മുസിരിസ് ബിനാലെ ലേറ്റസ്റ്റ് ടോക്ക്. 3 ഇടങ്ങളിൽ വന്യജീവി ആക്രമണം. ജനങ്ങളിൽ നിന്ന് ലീഗൽ സർവീസ് അതോറിറ്റി പരാതി കേൾക്കണമെന്ന് കർഷക സംഘടനകൾ. സോഷ്യലിസ്റ്റ് കിസാൻ ജനത സംസ്ഥാന കൺവെൻഷൻ. ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. മതവിദ്വേഷ പരാമർശം. CPM നേതാവിനെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കി മൂവാറ്റുപുഴ. മനോരമ ന്യൂസ് ഫെസ്റ്റ്. SDPY KPMI സ്കൂളിന് ബമ്പർ സമ്മാനം. ബ്രെത്തലൈസർ പരിശോധന തെളിവായി വേണ്ടത് ഒറിജിനൽ പ്രിന്റ് ഔട്ട്. സൈക്കിളിൽ ആഹ്ലാദ ബെൽ. ആശാമാർക്ക് ആദര സമ്മാനം. വീണ്ടെടുക്കാം നല്ല കേരളം. ഫോൺ ഇൻ പരിപാടിയിൽ മന്ത്രി MB രാജേഷ്. നാളെ വൈകിട്ട് 5 മുതൽ 6 വരെ ഉണ്ടാകും. ജോസഫ് മാർ ഗ്രിഗോറിയോസിന് ബെയ്റൂട്ടിൽ സ്വീകരണം.
കേന്ദ്രമന്ത്രി പറഞ്ഞത് BJP രാഷ്ട്രീയം. മന്ത്രി പി രാജീവ് പറയുന്നു. മുല്ലപ്പള്ളി പാക്കേജ് പ്രകാരം തുറമുഖത്ത് നിയമനം നൽകണം. RSP സ്ഥാപക ദിനാചരണം നടത്തി. 38 ചെടികളും 10 കിലോഗ്രാം കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. ബ്രെത്തലൈസർ പരിശോധന തെളിവായി വേണ്ടത് ഒറിജിനൽ പ്രിൻ്റ് ഔട്ട്. RSP സ്ഥാപക ദിനാചരണം നടത്തി. ലഹരിക്കെതിരെ യുവ മോർച്ച മാർച്ച് പോലീസ് തടഞ്ഞു. റാഗിംഗ്. വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരണം വേഗത്തിലാക്കാൻ നിർദ്ദേശം. ആർഷോയുടെ പരീക്ഷാഫലം ചോദ്യം ചെയ്ത് അധ്യാപകർക്ക് എതിരായ നടപടി റദ്ദാക്കി. പണം തട്ടിപ്പ് കേസ് കുറ്റപത്രം നൽകി. ബിസിനസ്സിൽ പങ്കാളിത്തവും ലാഭവും വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ പോലീസ് പറവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകി. +1 അധ്യാപക തസ്തികകൾ ഇല്ലാതാക്കാൻ നീക്കമെന്ന ആക്ഷേപം. ഓർത്തഡോക്സ് സഭാ ബജറ്റ് ഇന്ന് 10 ദേവാലോകം കത്തോലിക്കേറ്റ് അരമനയിൽ ചേരും. വിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കത്തോലിക്ക ബാവ അധ്യക്ഷത വഹിക്കും. പതിവ് തെറ്റിക്കാതെ എറണാകുളം. ആദ്യ 5 സ്ഥാനങ്ങളിലും എറണാകുളം കോളേജുകൾ മുന്നേറുകയാണ്. MG സർവകലാശാല കലോത്സവം. ആൺകുട്ടികളുടെ നാടോടി നൃത്തത്തിൽ ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്? ആൺകുട്ടികളുടെ നാടോടി നൃത്തത്തിൽ പെൺവേഷത്തിലെത്തി ആൺകുട്ടികളുടെ പകർന്നാട്ടം. അഭിനയമാണോ എങ്കിൽ അന്നയുണ്ട്. 6 വർഷമായി MG സർവകലാശാല കലോത്സവത്തിൽ അഭിനയ തിലകമായി അന്ന സൂസൻ റോയ്. 2019 നാടകത്തിൽ 2ാം സ്ഥാനം നേടി ടീമിൽ അഭിനേതാവായി തുടങ്ങി തന്നെ. 2020 തൊടുപുഴയിലെ കലോത്സവത്തിൽ കഥാപ്രസംഗത്തിലും 1ാം സ്ഥാനം നേടി. സെറിബ്രൽ പാൾസി ബാധിച്ച ആസിഫ് ഉമർ മിമിക്രി മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ വീണ്ടും അനൗൺസ്മെന്റ്. 1ാം സ്ഥാനം S വിഷ്ണുവിന് തന്നെ. കഴിഞ്ഞ വർഷം MG സർവകലാശാല കലാപ്രതിഭയും വിഷ്ണുവായിരുന്നു. ഇത്തവണ ആൺകുട്ടികളുടെ നാടോടി നൃത്തത്തിലും 1ാം സ്ഥാനം, ഭരതനാട്യത്തിൽ 2ാം സ്ഥാനവും നേടി. കേരള നടനത്തിന് അപ്പീൽ മുഖേന വന്നതിനാൽ ഫലം പ്രഖ്യാപിച്ചിട്ടില്ല. എറണാകുളം കോളേജുകൾ ഇപ്പോഴും മുന്നേറുന്നു. ആദ്യ 5 സ്ഥാനങ്ങളിലും എറണാകുളം തന്നെ. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള പരിശീലന കളരിയാണ് വ്രതം എന്ന് ഭഗവാൻ രുദ്രതീർത്ഥത്തിൽ ആറാടി. ഗുരുവായൂർ ഉത്സവം സമാപിച്ചു. മോദി സ്തുതിയുമായി തരൂർ വീണ്ടും.
വകുപ്പുകളുടെ നേതൃത്വത്തിലും മന്ത്രിസഭാ വാർഷികം. എപ്പടി മുടിയത് എന്ന് സ്റ്റാലിൻ. ട്രംപിനെ വരച്ച വരയിൽ നിർത്തി പുടിൻ്റെ ഫോണുമായി ട്രംപ് കാത്തിരുന്നത് 1 മണിക്കൂർ. US ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കാതെ റഷ്യ പരിചരിക്കണമെന്ന ഉപാധിയില്ലെങ്കിൽ സ്വത്ത് കൈമാറ്റം റദ്ദാക്കും. ആകാശത്ത് മാത്രമല്ല ആഴത്തിലും ലക്ഷ്മി. ബഹിരാകാശ നിലയത്തിൽ മാത്രമല്ല കടലിലും ഇൻസ്റ്റലേഷനുമായി ലക്ഷ്മി. തിരുവനന്തപുരത്ത് ഇഫ്താർ വിരുന്ന് നടത്തി പ്രമുഖർ പങ്കെടുത്തതായി. ഷൂട്ടിംഗ് താരത്തിന് അവതരം. ബിസ്ക്കറ്റ്സിന് ടാർഗറ്റ് രൂപം. പാരാലിമ്പിക്സിൽ 2 സ്വർണം നേടി റൈഫിൾ ഷൂട്ടിംഗ് താരത്തിന് ആദരമായി ബിസ്ക്കറ്റിൻ്റെ രൂപം മാറ്റി ബ്രിട്ടാനിയ മാരി കോം. ഷൂട്ടിംഗ് ടാർഗറ്റിൻ്റെ രൂപത്തിലാണ് ബിസ്ക്കറ്റ് തയ്യാറാക്കിയത്. 2020-ലും 2024-ലും പാരാലിമ്പിക്സ് 10 മീറ്റർ റൈഫിൾ സ്വർണ്ണ മെഡൽ. സ്വർണ്ണ മെഡൽ നേടി ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയായ ആവണി ലേഖാരയ്ക്ക് ആദരവായാണ് സ്പെഷ്യൽ എഡിഷൻ ബിസ്ക്കറ്റ് ഇറക്കിയത്. 2024 പാരീസ് ഗെയിംസിൽ ആവണി സ്വർണം നേടിയ ഷോട്ടുകൾ മാർക്ക് ചെയ്ത ഷൂട്ടിംഗ് ടാർഗറ്റിൻ്റെ മാതൃകയിലാണ് ബിസ്ക്കറ്റ്. സീറോ ഗ്രാവിറ്റിയുള്ള ബഹിരാകാശത്തെ താരങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങുന്നു. അതാണ് ഇന്നത്തെ ഒരു പ്രധാന വാർത്തയായി കാണാൻ സാധിക്കുന്നത്. സുനിത വില്യംസും കൂട്ടരും ഭൂമിയിലേക്ക് ഇറങ്ങിയതിൻ്റെ വിവിധങ്ങളായ വീഡിയോകളും ദൃശ്യങ്ങളും നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാം. പേടകത്തിൽ നിന്ന് സുനിത വില്യംസിനെ സ്ട്രെച്ചറിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ മെക്സിക്കോ ഉൾക്കടലിൽ പേടക സമീപത്ത് ഡോൾഫിനെയും കാണാം. പേടകം കപ്പലിലേക്ക് വലിച്ച് കയറ്റുന്നു. സുനിതയെ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെൻ്ററിൽ വൈദ്യപരിശോധനയ്ക്കായി എത്തിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ നമ്മൾ കാണുന്നത്. പാരച്യൂട്ടിലും മറ്റു സാങ്കേതിക വിദ്യയുടെ ഉപയോഗം മൂലം മെക്സിക്കോ ഉൾക്കടലിൽ പേടകം സമീപത്ത് നിന്ന് കപ്പലിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. വളരെ അഭിമാന നിമിഷമാണ്. സ്പേസ് ജീവിതം വെളിപ്പെടുത്തി കൊറിയൻ സീരീസ്. ബഹിരാകാശത്ത് മസ്ക് ആധിപത്യം. വീരപരിവേഷം നേടി സ്പേസ് എക്സ്. നാസ രന്ധ്രങ്ങളിൽ ജീവശ്വാസമായി പറക്കലും ഫുട്ബോൾ. ക്രൂ 9 പേടകത്തിലാണ് ബുച്ച് വിൽമോറും നിക് ഹേഗും അലക്സാണ്ടർ റോബുനോവും സുനിത വില്യംസും. പേടകം നിലയത്തിൽ നിന്ന് അൺലോക്ക് ചെയ്യുന്നതിൻ്റെ വിവിധ ദൃശ്യങ്ങളും നമുക്ക് ചെന്നൈ ആസ്ഥാനമായ അണ്ണാ സർവകലാശാലയിലെ
PhD, MS by Research, MSc by Research, PhD എന്നീ 3 വിഭാഗങ്ങൾ ജൂലൈ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ഏപ്രിൽ 5 വൈകിട്ട് 5:30 വരെ സ്വീകരിക്കും. അപേക്ഷയുടെ ഹാർഡ് കോപ്പി 12 വൈകിട്ട് 5:30 മുൻപ് എത്തിക്കണം. ഒന്നും കൂടെ പറയട്ടെ, വെല്ലുവിളികൾ താണ്ടിയ മഹാവിജയമായിട്ടാണ് നമ്മുടെ ഈ സുനിത വില്യംസിൻ്റെയും കൂട്ടരുടെയും സഞ്ചാരം. വളരെ വിജയകരമായി സുനിത വില്യംസും കൂട്ടരും പൂർത്തിയാക്കി തിരിച്ച് ഭൂമിയിൽ വളരെ മനോഹരമായി സുരക്ഷിതമായി തിരിച്ചെത്തിയിരിക്കുന്നു. സുനിതയുടെ പരിശീലനം 3 ഘട്ടങ്ങളിലായി. ശാരീരികവും മാനസികവുമായ കരുത്ത് വീണ്ടെടുക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഉയർന്ന വാടകയുള്ള ഹോട്ടലുകളിലെ റെസ്റ്റോറൻറ്റ് നികുതിയിൽ വൻ വർധന. 5% GST 18% വർദ്ധിക്കും. വെള്ളിത്തിരയിൽ വിള്ളൽ വീഴ്ത്തി. ഷെയർ റിപ്പോർട്ട്. കുതിച്ചുയർന്ന പ്രവാസി പണമൊഴുക്ക്. രാജ്യത്തേക്ക് വന്ന പ്രവാസി പണത്തിൻ്റെ 19.7% കേരളത്തിൽ. ഒന്നാമതുള്ള മഹാരാഷ്ട്രയുമായി 0.8% വ്യത്യാസം. കരിമീനും കേന്ദ്രത്തിൻ്റെ കൈത്താങ്. കൊല്ലത്തെയും കോട്ടയത്തെയും കരിമീൻ കേന്ദ്ര സർക്കാരിൻ്റെ കൈത്താങ്. ഈ ജില്ലകളിൽ കരിമീനിൻ്റെ ഉൽപ്പാദനം, സംരക്ഷണം, തൊഴിൽ വരുമാന പദ്ധതികൾ കേന്ദ്ര സഹായം ലഭിക്കും. കേന്ദ്ര മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത ഫിഷറീസ് ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പദ്ധതിയിൽ കരിമീൻ ക്ലസ്റ്ററായി കൊല്ലം ജില്ലയിൽ ഉൾപ്പെടുത്തി. ഈ ക്ലസ്റ്ററിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിത്ത ജില്ലയെ കോട്ടയത്തെയും തിരഞ്ഞെടുത്തു. കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് ക്ലസ്റ്റർ അധിഷ്ഠിത പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യപ്പെട്ടു കേന്ദ്ര മന്ത്രാലയം. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന് കത്ത് നൽകി. ടെൻഷനടിക്കലേ പല്ല് കേടാവുന്ന ലോക ദന്ത ആരോഗ്യ ദിനം. ഉറക്കവൈകല്യങ്ങളുള്ളവരിലും മാനസിക സമ്മർദ്ദം ഏറെയുള്ളവരിലും ഈ ശീലം കൂടുതലാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പല്ലിൻ്റെ അറ്റത്ത് കാണുന്ന തേയ്മാനം പിന്നീട് അമിതമായ